എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഡിജിറ്റൽ രൂപ അഥവാ CBDC എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സാധനം കൊടുത്ത് വേറൊരു സാധനം മേടിക്കുന്ന ഒരു രീതിയിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങനെ വരെ എത്തിയത്. ഒരു സാധനം കൊടുത്ത് വേറൊരു സാധനം മേടിക്കുക എന്നത് ഇപ്പോൾ ഞാനൊരു കാളേനെ ആയിരിക്കണം മേടിക്കാതിരുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു കാളേനെ അവർക്ക് കൊടുക്കുമ്പോൾ അവരെനിക്ക് തന്നത് 1 കിലോ അരി മാത്രമാണ്. അപ്പോൾ അത് എനിക്കൊരു നഷ്ടമായി തീരുന്നു. അപ്പോൾ അതൊരു വലിയൊരു പോരായ്മ തന്നെയാണ്. അതുകൊണ്ടാണ് ആ ഒരു സംവിധാനം മാറ്റിയത്. പിന്നീട് നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് ഗോൾഡ് കോയിനായി, അതുപോലെ തന്നെ സ്വർണ്ണമായി, സ്വർണ്ണ നാണയങ്ങളായി, അതുപോലെ തന്നെ പേപ്പർ കറൻസിയിലോട്ട് മാറി. പിന്നീട് ഡിജിറ്റലായി മൊബൈലിൽ ആയി പണമിടപാടുകൾ നടക്കുന്നു. അങ്ങനെ ഇത്രയും വരെ എത്തിയിരിക്കുകയാണ്. പിന്നീടാണ് ഇപ്പോൾ ഡിജിറ്റൽ കറൻസി എന്ന പുതിയൊരു നയം കൊണ്ടുവന്നിരിക്കുന്നത്. അഥവാ CBDC എന്നതാണ്. CBDC എന്ന് വെച്ചാൽ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നിർമ്മിച്ചത്. അത് നമ്മുടെ ഇന്ത്യയിലും കൊണ്ടുവരാൻ പോവുകയാണ്. അതെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന 100 രൂപയുടെ അതേ വാല്യൂ തന്നെയായിരിക്കും ഡിജിറ്റൽ കറൻസിയായ 100 രൂപയ്ക്ക്. അത് നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ പണം കയ്യിൽ കൊണ്ട് നടക്കുമ്പോഴുള്ള പല ഉപദ്രവങ്ങളും നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഇപ്പോൾ മഴ വരികയാണെങ്കിൽ നനഞ്ഞു പോവുകയും നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്യുന്ന പല പ്രശ്നങ്ങളും പണത്തിനുണ്ടല്ലോ. പക്ഷേ ഈ ഡിജിറ്റൽ കറൻസി വരികയാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. പിന്നീട് നമുക്കറിയാം, ഡിജിറ്റൽ കറൻസി വരികയാണെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പണമിടപാടുകൾ നടക്കും. അല്ലാതെ ബാങ്കുകളിൽ പോയി ക്യൂ നിന്ന് സമയം കളയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ കറൻസി വരികയാണെങ്കിൽ പല കള്ളനോട്ടുകൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാം കുറയുകയും ചെയ്യും. നല്ലൊരു ഉപകാരം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് കള്ളനോട്ട് നിർമ്മിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഈ ഡിജിറ്റൽ കറൻസി വരികയാണെങ്കിൽ ഇല്ലാതാകുമെന്നതിൽ ഒരു സംശയവും ഉണ്ടാവുകയില്ല. പിന്നീട് നമുക്കറിയാം, ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ആൾക്കാർ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഡിജിറ്റൽ പരമായി വളരുകയും ചെയ്യുമെന്നതാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ പണമിടപാട് രംഗത്ത് വളരെയധികം വലിയൊരു വിജയങ്ങൾ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. UPI പോലുള്ള പണമിടപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ഈ CBDC നമ്മുടെ ഇന്ത്യ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തിന് തന്നെ വളരെയധികം അഭിമാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ UPIയും CBDCയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഡിജിറ്റൽ രൂപ തന്നെയാണ്, ബാങ്കിലിരിക്കുന്ന ഡിജിറ്റൽ രൂപ തന്നെയാണ് ഡിജിറ്റൽ കറൻസി ആയിട്ട് വരുന്നത്. അപ്പോൾ അത് നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമല്ല ഉപകാരപ്രദമാകുന്നത്. ഒരു കണക്കിൽ നോക്കുകയാണെങ്കിൽ, UPI ഒരു റോഡാണെങ്കിൽ ആ റോഡിന് മുകളിലൂടെ പോകുന്ന ഒരു വാഹനമാണ് CBDC എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് അത്രയും അധികം ഉപകാരമുണ്ടെങ്കിലും അതിന് പല ദോഷങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ മുതിർന്നവർക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ ഇതിനെക്കുറിച്ച് അറിയാതെ പോവുകയാണെങ്കിൽ പണമിടപാട് രംഗത്ത് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ഡിജിറ്റൽ കറൻസി വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഈ പേപ്പർ കറൻസിയൊക്കെ നിർത്തിവെക്കുകയാണെങ്കിൽ അത് മുതിർന്നവർക്കുമൊക്കെ വലിയൊരു ആപത്ത് തന്നെയായി മാറും. അതുപോലെ തന്നെ എല്ലാവർക്കും മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ ഉണ്ടാകണമെന്നുമില്ല. പിന്നീട് എല്ലായിടത്തും നല്ല ഇൻ്റർനെറ്റ് സൗകര്യം ഉണ്ടാകണമെന്നുമില്ല. ഇങ്ങനെ ചെറിയ പോരായ്മകൾ മാത്രമേ ഇതിനുള്ളൂ. പക്ഷേ ഇത് വരികയാണെങ്കിൽ വലിയൊരു ഉപകാരം തന്നെയായിരിക്കും നമ്മുടെ ഇന്ത്യക്ക് ഉണ്ടായിരിക്കുക എന്നത്. അപ്പോൾ അതിന് കുട്ടികൾക്കും നല്ല സ്വാധീനം ചെലുത്തേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇനി വരാനിരിക്കുന്ന തലമുറ കുട്ടികളുടെ കയ്യിലാണ്.
അപ്പോൾ ഈ കുട്ടികൾ ഇതിനെക്കുറിച്ച് നല്ലവണ്ണം അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയുണ്ട്. അപ്പോൾ അത് അതെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് പണമിടപാട് രംഗത്തെ ഇന്ത്യയുടെ വികസനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ CBDC എന്നതിനെക്കുറിച്ചും കുട്ടികൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നടക്കുകയുള്ളൂ. അപ്പോൾ ഇനിയും നമ്മുടെ ഇന്ത്യ വളരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഈ UPI അതുപോലെ തന്നെ പുതിയതായി ഡിജിറ്റൽ കറൻസി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വളർന്നു വന്നിരിക്കുകയാണ്. ഇനിയും ഇതുപോലെ വളർന്നാൽ മാത്രമേ നമ്മുടെ ഇന്ത്യ ഡിജിറ്റൽ പരമായി ലോകത്ത് ഒന്നാമതെത്തുകയുള്ളൂ. ഇനിയും ഇങ്ങനെ വളരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.